എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിലെ നാമം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. നാമം എന്ന് വെച്ചാൽ എന്താണ്? നാമം എന്ന് വെച്ചാൽ എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേര് എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിൻ്റെയൊക്കെ പേര് എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? നാമം എന്ന് പറയുന്നത്. നാമം മൂന്ന് തരത്തിലുണ്ട്. മൂന്ന് തരത്തിലാണ് നാമം ഉള്ളത്. ദ്രവ്യനാമം, അതുപോലെ ഗുണനാമം, ക്രിയാനാമം. എന്തൊക്കെയാണ്? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ദ്രവ്യനാമം എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്ന നാമത്തെയാണ് എന്ത് പറയുന്നത്? ദ്രവ്യനാമം എന്ന് പറയുന്നത്. അതായത് ജീവനുള്ള വസ്തുവാകാം അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത വസ്തുവാകാം. അപ്പോൾ ജീവൻ ഇല്ലാത്ത വസ്തു എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു പേന അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്നത് എന്തും എന്താണ്? ദ്രവ്യനാമമാണ്. ജീവനുള്ള ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിൻ്റെ ആകാം, അതിൻ്റെ പേരിനെ കുറിക്കുന്നതാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഇനി ഗുണനാമം. ഗുണനാമം എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഗുണത്തെ കുറിക്കുന്നത്. ഗുണം എന്ന് പറയുമ്പോൾ എന്താണ്? സ്നേഹം അല്ലെങ്കിൽ ദയ, അതൊക്കെ എന്താണ്? ഗുണമാണ് അല്ലേ? ദയ, സ്നേഹം, ഇതൊക്കെ എന്താണ്? ഗുണമാണ്. അപ്പോൾ ഗുണത്തെ കുറിക്കുന്നത് എന്താണ്? അത് ഗുണനാമമാണ്. ഇനി ക്രിയയെ കുറിക്കുന്നത്, ക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചാടുക എന്നുള്ള ക്രിയയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ചാട്ടം എന്ന് പറയുന്ന വാക്കുണ്ടാവുന്നത് ആണല്ലോ. പാടുക, അതൊരു ക്രിയയാണ്. പാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാവുന്നതാണ് പാട്ട് എന്ന് പറയുന്നത്. ചാടുക എന്നുള്ളതിൽ നിന്നും ചാട്ടം എന്നുള്ളത് ഉണ്ടാവുന്നു. പാടുക എന്ന ക്രിയയിൽ നിന്നും പാട്ട് ഉണ്ടാകുന്നു. അപ്പൊ അതാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. ഇനി ഈ ദ്രവ്യനാമം എന്ന് പറഞ്ഞു. ദ്രവ്യനാമം എന്താണെന്ന് പറഞ്ഞു? ഒരു വസ്തുവിന്റെ, ജീവനുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ആയ വസ്തുവിന്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമത്തെ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നോക്കാം, സംജ്ഞാനാമം. എന്താണ് സംജ്ഞാനാമം? സംജ്ഞാനാമം എന്ന് വെച്ചാൽ എന്തിൻ്റെ പേര്? അതായത് ഇപ്പോൾ നോക്കാം, അശ്വതി, കോട്ടയം, പെരിയാർ, തെങ്ങ്, ഇതൊക്കെ എന്താണ്? സംജ്ഞാനാമത്തിൽ വരുന്നതാണ്. പേരാണ് അല്ലെ? അശ്വതി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പേരാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പട്ടണത്തിന്റെ പേരാണ്. അതുപോലെ പെരിയാർ എന്ന് പറയുമ്പോൾ അതൊരു പുഴയുടെ പേരാണ്. തെങ്ങ് എന്താണ്? ഒരു വൃക്ഷത്തിന്റെ പേരാണ്. അപ്പോൾ സംജ്ഞാനാമം എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? സംജ്ഞാനാമം എന്ന് പറയുന്നത്. അതിനെ ഏകനാമം എന്നും പറയും. അതായത് നമ്മളിപ്പോൾ എല്ലാം ഒന്നാണ് പറഞ്ഞത് അല്ലേ? ഒരാളുടെ പേര്, അതുപോലെ ഒരു പട്ടണത്തിന്റെ പേര്, ഒരു പുഴ, അതുപോലെ ഒരു മരം, അപ്പൊ എല്ലാം നമ്മൾ ഏകവചനമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏകനാമം എന്നും പറയും. അപ്പൊ സംജ്ഞാനാമം എന്താണ്? പേരിനെ കുറിക്കുന്നതാണ്. എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു. എന്താണ്? അശ്വതി, കോട്ടയം, പെരിയാർ, തെങ്ങ്, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി സാമാന്യനാമം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകനാമത്തിന്റെ എല്ലാം വർഗം, അതായത് ഒരു കൂട്ടം എന്ന് പറയാം. ഇപ്പൊ അശ്വതി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയാണ് അല്ലെ? അങ്ങനെ കുറെ വ്യക്തികൾ ചേർന്നാൽ എന്താണ്? ഒരു കൂട്ടം ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? അപ്പൊ അശ്വതി എന്ന് പറയുന്നതിന്റെ സാമാന്യനാമമാണ് ജനങ്ങൾ അല്ലെ? ജനങ്ങൾ എന്ന് പറയുന്നതിലല്ലേ കുറെ വ്യക്തികൾ ഉൾപ്പെടുന്നത്? അപ്പൊ ഒരു വ്യക്തിയുടെ പേരായിരുന്നു അശ്വതി, അത് സാമാന്യ നാമത്തിൽ വരുമ്പോൾ എന്താവും? ജനങ്ങൾ എന്നാവും. ഇനി നോക്കാം, കോട്ടയം എന്ന് നമ്മൾ സംജ്ഞാനാമത്തിൽ ഒരു പട്ടണത്തിന്റെ പേര് പറഞ്ഞു. അപ്പോൾ കുറേ എന്താണ്? പട്ടണങ്ങളുടെ എത്തിച്ചേരും. അപ്പം നമ്മൾ എന്താണ്? ഈ കോട്ടയം എന്നുള്ളതിന്റെ സാമാന്യ നാമമാണ് പട്ടണം. പട്ടണം എന്ന് പറയുന്നത് കോട്ടയത്തിന്റെ സാമാന്യ നാമമാണ്. ഒരു വർഗമാണ്, ഒരു ഗ്രൂപ്പാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഇനി പെരിയാർ നോക്കുക. പെരിയാർ എന്ന് പറയുന്നത് ഒരു പുഴയുടെ പേരാണ്. അപ്പൊ അതിന്റെ സാമാന്യം എന്താണ്? പുഴ എന്നതാണ് പെരിയാറിന്റെ സാമാന്യ നാമം. ഇനി നോക്കാം, തെങ്ങ് എന്ന് പറയുമ്പോൾ ഒരു മരത്തിന്റെ, ഒരു വൃക്ഷത്തിന്റെ പേരാണ്. അപ്പോൾ തെങ്ങ് എന്നുള്ളതിന്റെ സാമാന്യ നാമം എന്താണ്? വൃക്ഷം എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ സാമാന്യ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് എന്ത്? സാമാന്യ നാമം എന്ന് പറയുന്നത്. ഇനി മേയനാമം എന്ന് വെച്ചാൽ മേയനാമം, അടുത്തത് എന്താണ്? മേയനാമം. മേയനാമം എന്ന് പറയുമ്പോൾ ജാതി അല്ലെങ്കിൽ വ്യക്തിഭേദം ഒന്നും പറയാൻ പറ്റാത്ത നാമങ്ങളെയാണ് മേയനാമം എന്ന് പറയുന്നത്. ജാതിയോ വ്യക്തിയോ പേരോ ഒന്നും പറയാൻ പറ്റാത്ത നാമങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മേയനാമം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളൊക്കെ. ഇപ്പം മഴ, അതുപോലെ കാറ്റ്, വെയിൽ, അതൊക്കെ എന്താണ്? മേയനാമത്തിന് ഉദാഹരണങ്ങളാണ്. മഴ, കാറ്റ്, ആകാശം, ഇതൊക്കെ എന്താണ്? മേയനാമത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി സർവനാമം. സർവനാമം എന്ന് വെച്ചാൽ നാമതുല്യമായ നാമപദത്തിനെയാണ് എന്ത് പറയുക? സർവനാമം എന്ന് പറയുക. അതായത് നമ്മൾ ഒരു പേരിന് പകരമായി ഉപയോഗിക്കുന്ന നാമങ്ങളാണ് സർവനാമം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ പേര് പറയുന്നതിന് പകരം അവൻ അല്ലെങ്കിൽ അവൾ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് എന്ത് പറയുക? സർവനാമം എന്ന് പറയുക. അവൻ, അവൾ, അത് എന്നൊക്കെ പറയുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമപദമാണ് എന്ത്? സർവനാമം എന്ന് പറയുന്നത്. അവൻ, അവൾ എന്നൊക്കെ പറയുന്നത് ഏതിൽ വരും? സർവനാമത്തിന് വരും. ഇനി സമൂഹനാമം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തെ, ഒരു ഗ്രൂപ്പായിട്ടുള്ളതിന്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ജാഥ അല്ലെങ്കിൽ ഒരു സഭ, ഇതൊക്കെ എന്താണ്? സമൂഹനാമമാണ് അല്ലെ? ഒരു കൂട്ടത്തെ പറയുന്നതാണ്, ഒരു വിഭാഗത്തെ പറയുന്നതിനെയാണ് എന്ത്? സമൂഹനാമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആളുകൾ ചേർന്നിട്ട് നടത്തുന്ന ജാഥ, ജാഥ എന്ന് പറയുമ്പോൾ എന്താണ്? കുറേ ആളുകൾ ചേർന്ന ഒരു കൂട്ടമാണ് ആണല്ലോ. അപ്പൊ ജാഥ, സഭ, അതുപോലെ കുലം, അങ്ങനെ പറയുന്നത് എന്താണ്? അതെല്ലാം സമൂഹനാമത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ പറഞ്ഞു നാമം എന്താണെന്ന് പറഞ്ഞു. അതിലെ ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. അതിലെ ദ്രവ്യനാമത്തിലെ 5 തിരിവുകളാണ് ഇപ്പൊ പറഞ്ഞത്. അതില് സർവനാമം എന്ന് പറയുന്നതിന് പിന്നീട് 3 തിരിവുകളുണ്ട്. സർവനാമത്തിന്റെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഉത്തമ പുരുഷൻ, 2 മധ്യമ പുരുഷൻ, അതുപോലെ 3 പ്രഥമ പുരുഷൻ. അതായത് സർവനാമം എന്തായിരുന്നു? നമ്മൾ അവൻ, അവൾ എന്നൊക്കെ പറയുന്നതാണ് സർവനാമം എന്ന് പറഞ്ഞു. അതിൽ 3 എണ്ണം വരുന്നുണ്ട്. ഉത്തമ പുരുഷൻ, ആദ്യത്തേത് നോക്കാം. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ, ഞാൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വക്താവിൻ്റെ പേരാണ്. വക്താവ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ, എൻ്റെ എന്നൊക്കെ എന്താണ്? ഞാൻ, എൻ്റെ, നമ്മുടെ, ഓക്കെ, അതിനെയാണ് എന്ത് പറയുക? നമ്മൾ എന്നൊക്കെ പറയുന്നതാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്. വക്താവിനെ കുറിച്ച് പറയുന്നതാണ് ഉത്തമ പുരുഷൻ. ഇനി മധ്യമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ശ്രോതാവ്, നമ്മൾ ആരോടാണോ പറയുന്നത്, നീ, ഇപ്പൊ നിന്റെ അടുത്താണ് ഞാൻ പറയുന്നതെങ്കിൽ നീ, നിന്റെ, താൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടാണ് പറയുക. അപ്പോൾ ശ്രോതാവിനെ കുറിച്ച് പറയുന്നതാണ് നീ, താൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, അപ്പൊ ശ്രോതാവിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ഇനി പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളോട് സംസാരിക്കുന്നു, അയാളോട് ഞാൻ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അയാളാണ് ആര്? പ്രഥമ പുരുഷൻ. ആരെ പറ്റിയാണ്? അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരാളോട് പറയുകയാണ്. അപ്പോൾ ആ പറയുന്ന അവൻ അല്ലെങ്കിൽ അവൾ ഒക്കെയാണ് എന്തിൽ വരിക? പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. 3 ആളുണ്ട്. അതിലിപ്പോൾ ഞാൻ ഒരാളോട് മറ്റൊരാളെ കുറിച്ച് പറയാണ്. ആ മറ്റൊരാളാണ് ആര്? പ്രഥമ പുരുഷൻ. ഞാൻ ആരോടാണോ സംസാരിക്കുന്നത് അയാളാണ് മധ്യമ പുരുഷൻ. പറയുന്ന വ്യക്തി ആരാണ്? ഞാനാണ്. ആ ഞാനാണ് എന്ത്? ഉത്തമ പുരുഷൻ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നാമം എന്താണെന്ന് പറഞ്ഞു? എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. എന്തിൻ്റെയെങ്കിലും പേര്, വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും പേരിനെയാണ് എന്ത് പറയുന്നത്? നാമം എന്ന് പറയുന്നത്. നാമത്തെ 3 ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ദ്രവ്യനാമം, രണ്ടാമത്തേത് ഗുണനാമം, മൂന്നാമത്തേത് ക്രിയാനാമം. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് എന്ത്? ദ്രവ്യനാമം എന്ന് പറയുന്നത്. വസ്തു എന്ന് പറയുമ്പോൾ അത് ജീവനുള്ള വസ്തുവാകാം, അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവാകും. ജീവനുള്ള വസ്തു എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു പക്ഷി നോക്കാം, കുയിൽ. കുയിൽ ഒരു പക്ഷിയുടെ പേരാണ് അല്ലേ? ഇപ്പൊ ജീവനില്ലാത്തൊരു വസ്തു, പേന, അതെന്താണ്? ജീവനില്ലാത്ത വസ്തുവിന്റെ പേരാണ്. അപ്പൊ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവ്യനാമം എന്ന് പറയുന്നത്. ഇനി ഗുണനാമം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ ഗുണം അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഗുണം. ഇപ്പോൾ ആനയുടെ ഗുണം, ആനയുടെ നിറം കറുപ്പാണ്, അത് അതിൻ്റെ ഗുണമാണ് അല്ലേ? അപ്പൊ കറുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്?
അതും ഒരു ഗുണനാമമാണ്. ദയ, അവൻ ദയയുള്ളവനാണ്, ദയ അല്ലെങ്കിൽ സ്നേഹമുള്ളവനാണ്. അപ്പൊ അത് അയാളുടെ എന്താണ്? ഒരു ഗുണമാണ്. അപ്പൊ അതെല്ലാം എന്താണ്? ഗുണനാമത്തിൽ വരും. ദയ, സ്നേഹം, കറുപ്പ്, ഇതൊക്കെ എന്താണ്? ഗുണനാമത്തിൽ ഉദാഹരണമാണ്. ഇനി ക്രിയാനാമം എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയയിൽ നിന്ന് ഉണ്ടാവുന്നത്. ഇപ്പൊ ചാടുക എന്ന ക്രിയയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ചാട്ടം. അതുപോലെ പാടുക എന്നുള്ളതിൽ നിന്ന് പാട്ട് ഉണ്ടാവുന്നു. അപ്പൊ അതൊക്കെയാണ് ക്രിയാനാമത്തിൽ വരുന്നത്. ഇനി ഈ ദ്രവ്യനാമം എന്ന് പറഞ്ഞതിൽ 5 തിരിവുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം, സമൂഹനാമം. നമ്മൾ ഓരോന്നിനെയും പഠിക്കാം. സംജ്ഞാനാമം എന്തായിരുന്നു പറഞ്ഞത്? സംജ്ഞാനാമം എന്ന് വെച്ചാൽ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിച്ച് പറയുന്നത്. പേര് അല്ലേ? ഇപ്പോൾ അശ്വതി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു വ്യക്തിയുടെ പേരാണ്. കോട്ടയം ഒരു പട്ടണത്തിന്റെ പേരാണ്. പെരിയാർ അതൊരു പുഴയുടെ പേരാണ്. തെങ്ങ് എന്താണ്? അതൊരു വൃക്ഷത്തിന്റെ പേരാണ്. അപ്പോൾ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഇനി സാമാന്യനാമം വെച്ചാൽ എന്താണ്? ഇതിൻ്റെയൊക്കെ വർഗം, ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഒരു വ്യക്തികൾ ചേർന്ന ഗ്രൂപ്പാണ് എന്ത്? ജനങ്ങൾ. അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയുന്നത് ഒരു പട്ടണമായിരുന്നു. അപ്പോൾ അതെന്താണ്? കോട്ടയത്തിന്റെ സാമാന്യനാമമാണ് പട്ടണം. അതുപോലെ പെരിയാർ എന്ന് പറയുമ്പോൾ ഒരു പുഴയാണ്. അപ്പോൾ പെരിയാറിന്റെ സാമാന്യനാമമാണ് പുഴ. തെങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മരത്തിന്റെ പേരാണ്. അപ്പോൾ അതിന്റെ സാമാന്യനാമമാണ് വൃക്ഷം അല്ലെങ്കിൽ മരം എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞത്? മേയനാമം. മേയനാമം എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിയിൽ നടക്കുന്നത് അല്ലേ? ജാതിയോ വ്യക്തിയോ ഒന്നും പറയാൻ പറ്റാത്ത നാമങ്ങളെയാണ് മേയനാമം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? മഴ, കാറ്റ്, അഗ്നി, ആകാശം, ഇതൊക്കെ എന്താണ്? പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ് അല്ലേ? പ്രകൃതിയിലെ അതുല്യമായ വസ്തുക്കളൊക്കെ വരുന്നത് എന്തിലാണ്? മേയനാമത്തിലാണ്. ഇനി സർവനാമം. സർവനാമം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന നാമതുല്യമായ പദങ്ങളെയാണ് എന്ത് പറയുന്നത്? സർവനാമം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളുടെ പേര് പറയുന്നതിന് പകരം അവൻ, അവൾ, അവളുടെ, അവന്റെ അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയില്ലേ? അതിനെയാണ് എന്ത് പറയുക? സർവനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ ചേർന്ന് നടക്കുന്ന ഒരു ജാഥ അല്ലെങ്കിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു കുലം, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സമൂഹനാമത്തിന് എക്സാമ്പിൾ ആണ്. ഇനി ഈ സർവനാമത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആരാണോ പറയുന്നത്. ഇപ്പൊ ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ, എൻ്റെ, നമ്മുടെ, നമ്മൾ എന്നൊക്കെ പറയുന്നതാണ് എന്തിൽ വരിക? ഉത്തമ പുരുഷനിൽ വരിക. ഇനി മധ്യമ പുരുഷൻ എന്ന് വെച്ചാൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത്, ഞാൻ ആരോടാണോ സംസാരിക്കുന്നത്, നീ, താൻ എന്നൊക്കെ പറയുമ്പോൾ ആരോടാണോ സംസാരിക്കുന്നത്, ശ്രോതാവാണ് എന്ത്? മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ നിന്നോട് ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത് അയാളാണ് പ്രഥമ പുരുഷൻ. അവൻ, അവൾ എന്നൊക്കെ പറയുന്നതാണ് എന്ത്? പ്രഥമ പുരുഷനിൽ